നമ്മളിന്ന് കോട്ടയ്ക്കലാണല്ലോ കേട്ടോ. കോട്ടയ്ക്ക് നിന്ന് ബോർഡിൻ്റെ അലമാര കയറ്റാൻ വേണ്ടി വന്നതിന് ഇത് നേരെ കൊണ്ട് ബോർഡിൻ്റെ അലമാര ലോഡ് നമുക്കുള്ളത് കൊടകിലേക്കാണുള്ളത്. ഇവിടെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളൊരു ഉച്ചയ്ക്ക് നമ്മുടെ വണ്ടി എത്തിയിരുന്നു, പക്ഷേ ഇവിടുന്ന് ലോഡാവാൻ താമസം എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഭായിമാരനെ ഇവർ ഉണ്ടാക്കണവരനെ ഉണ്ടത് കയറ്റി തരുന്നതും. അപ്പോൾ ഏകദേശം ബോർഡ് അലമാരയൊക്കെ കയറ്റി വണ്ടി ഏകദേശമൊക്കെ ലോഡൊക്കെ ആയി. അവരെ കെട്ടി മുറുക്കി തരാം, പായ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ. അവരെ പായ കിട്ടുന്നത് നമ്മൾ മാനന്തവാടി വഴി പോകുന്നതായിട്ട് കരുതുന്നത്. വയനാട് വഴി പോയി ഇതാ വയനാട് ചുരം ഇതാ സ്റ്റാർട്ടായി. നമ്മൾ വയനാടെത്തി റാശിയായിട്ടാണ് വണ്ടിയൊക്കെ ഓടിക്കണതെന്ന്. റാശി ലീവും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മളൊപ്പം കുറച്ച് ദിവസം കൂടാന്ന് പറഞ്ഞ് പോകുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളെ ഒരു വണ്ടി ടൂറിസ്റ്റ് ബസ് കവർ ചെയ്ത് പോയി. ഏത് നോക്കിയപ്പോൾ നമ്മളെ കൊമ്പൻ്റെ ബോംബെ ഉണ്ടാ പോയത്. അത് കഴിഞ്ഞ് നമ്മളൊരു കാട്ടിക്കുളത്തേക്ക് എത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അവിടെ നിന്ന് മഹീന്ദ്രേൻ്റെ പഴയ ഒരു പിക്കപ്പൊക്കെ ഉണ്ട്, ഒരു വിൻറ്റേജ് ലുക്കിൽ. പിന്നെ അവിടെ നമ്മൾ വണ്ണസിനെ കണ്ടു കേട്ടോ. വണ്ണസിൻ്റെ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. അവരും ചായ കുടിക്കാൻ എന്തോ റെസ്റ്റ് എടുക്കാൻ നിർത്തിയതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുട്ട വഴി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി കുറച്ച് നല്ല ഒഴിവായിരുന്നു റോഡും കാര്യങ്ങളൊക്കെ. റോഡിന്ന് പൊതുവെ ഒരു ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായിട്ട് പോകാൻ പറ്റിയതുകൊണ്ട്. നമ്മൾ കൊടകിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ ഏതൊരു മഞ്ഞ് വരും എന്നുള്ളത് നമുക്കറിയാമല്ലോ. കൊടകിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഏകദേശം വണ്ടി പരസ്പരം കാണാത്ത രീതിയിലുള്ള മഞ്ഞൊക്കെ വന്നു തുടങ്ങി. മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കോട മഞ്ഞായി പോയി. നമ്മൾ പതുക്കെ അങ്ങനെ പോയി, മഞ്ഞും കാര്യങ്ങളാകുമ്പോൾ സ്പീഡിൽ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് നേരം വെളുത്തപ്പോൾ ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞ്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ അവിടെ എത്താനായി തുടങ്ങി. നമുക്ക് ലൊക്കേഷൻ വന്നായിരുന്നു. നമുക്ക് കറക്റ്റ് സ്ഥലം അറിയാത്തതുകൊണ്ട് നമുക്ക് ഫർണിച്ചറിൻ്റെ ലൊക്കേഷൻ വന്നു. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് പോയപ്പോൾ നമ്മൾ രാത്രി കണ്ട കൊമ്പനെ പകലും കണ്ട്. അവരവിടെ ഫ്രഷപ്പിനോ കാര്യങ്ങൾക്ക് എന്തോ നിർത്തിയതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫർണിച്ചറിലെത്തി. റോയൽ ഫർണിച്ചർ എന്ന പേര്. അവിടെ നമ്മൾ ലോഡ് നമ്മൾ തന്നെ ഇറക്കാനൊക്കെ കൂടി കൊടുത്തിട്ടോ. അതിനൊരു ചായ പൈസയും കാര്യങ്ങളൊക്കെ